നമുക്കിന്ന് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പൊട്ടറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കാം. എല്ലാ കുട്ടികൾക്കും പൊട്ടറ്റോ ചീസ് ബോൾ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് എടുക്കണം. ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഓറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി. ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് പിന്നെ വേറെ ഉപ്പ് വേണ്ട. പിന്നെ കുറച്ച് കോൺഫ്ലോർ, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഈ 4ഉം കൂടെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൽ മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് പൊട്ടറ്റോ മാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ പൊട്ടറ്റോ മാഷ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓറിഗാനോ, ചില്ലി ഫ്ലേക്സും കുരുമുളകും കോൺഫ്ലോർ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലോണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഓറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി കുറച്ചിടുന്നുള്ളൂ, പിന്നെ കോൺഫ്ലോർ. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പൊട്ടറ്റോ എല്ലാം കൂടെ പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവരുത്. വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലോറോ നമുക്ക് ആഡ് ചെയ്ത് ആ വാട്ടർ കണ്ടൻറ്റിൻ്റെ അംശം കുറയ്ക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സ്റ്റിഫായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കാം. നമുക്കിനി ഇത് ചെറിയ ബോൾസ് ആക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് എണ്ണയാക്കിയാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഇത് ചീസ് പൊടിയാക്കിയിട്ടുള്ളതാണ്. നമ്മൾ പിസ്സയ്ക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി വാങ്ങുന്ന ചീസാണിത്. അത് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്കിത് ബോളാക്കി എടുക്കാം. മൈദ വെള്ളവും ചേർത്ത് കലക്കിയതാണ്. അതിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. നമുക്കിതുപോലെ ബാക്കിയെല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. പൊട്ടറ്റോ ബോൾസ് പരത്തുമ്പോൾ ഇത്തിരി തിക്കായിട്ടിരിക്കണം. അല്ലെങ്കിൽ എണ്ണയിലിട്ട് നമ്മളിത് ബോൾസ് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചീസ് പൊട്ടി പുറത്തേക്ക് പോരാനായിട്ടുള്ളൊരു ചെറിയ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പൊട്ടറ്റോ ബോൾസ് പരത്തുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം. ഒരുപാട് കട്ടിയല്ല, ചെറിയൊരു കട്ടിയിൽ വേണം പരത്താൻ. അല്ലെങ്കിൽ ചീസ് മെൽറ്റായി പൊട്ടി പുറത്തേക്ക് പോരും. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കൊണ്ടുവരാം. ചെയ്യുമ്പോൾ ഒരുപാട് ഓവർ ഹീറ്റ് ആവാൻ പാടില്ല എണ്ണ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട ബോള് ഇപ്പോൾ പൊന്തി വരണുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ബോൾസായിട്ട് ഇടാം. ഒരുപാട് കുത്തി നിറച്ചിടരുത്. കുറച്ച് ബോൾസ് മാത്രം ഇട്ട് വേണം നിറക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ ഓയിലിൻ്റെ ഹീറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോ ബോൾസായിട്ട് ഇടാം. എണ്ണയിലിട്ട ഉടനെ അത് ഇളക്കി മറിക്കാൻ പാടില്ല. അത് വെന്തതിന് ശേഷം മാത്രമേ നമുക്കിത് മറിച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. ഇത് പായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവാഞ്ചലിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അവനെന്താ പറയണേ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക.
ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ തിന്ന് ടേസ്റ്റ് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല ചീസിയുമാണ്, അതുപോലെ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, ഇത് സൂപ്പറാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ വീഡിയോ. ബൈ.